അങ്ങനെ നയനയെ ദേവയാനി അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ദേവയാനി നയനയെ സ്നേഹിക്കുന്നത് കണ്ട് അനാമികയ്ക്കും വേണുവിനും രേവതിക്കും ഒട്ടും സഹിച്ചില്ല. അങ്ങനെ വേണു രേവതി അനന്തപുരിയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച ദേവയാനിയുടെ അടുത്തിരിക്കുന്ന നയനയാണ്. അനാമിക കലി തുള്ളിക്കൊണ്ട് ദേവയാനിയുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, വല്യമ്മേ, വല്യമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അനാമികയെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലോ. എൻ്റെ മരുമകളാണ് നയനമോള്. എൻ്റെ മരുമകളുടെ നന്മ ഇത്രയും കാലം തിരിച്ചറിയാതെ പോയത് ഞാനാണ്. എനിക്ക് കരൾ തന്ന് സഹായിച്ച് എൻ്റെ ജീവൻ രക്ഷിച്ചത് നയനമോളാണ്. ദേവയാനിയുടെ വാക്കുകൾ കേട്ട് അനാമിക ആകെ ഞെട്ടിത്തെറിക്കുകയാണ്. വല്യമ്മ എന്താണ് ഈ പറയുന്നത്? ഇവൾ കരൾ തന്നു എന്നോ? അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല വല്യമ്മേ. വല്യമ്മ എന്തൊക്കെയോ പറഞ്ഞ് ഇവളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇവൾ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണ് വല്യമ്മേ. എന്തിനാണ് വല്യമ്മ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എൻ്റെ ജീവൻ രക്ഷിച്ചത് നയനമോൾ തന്നെയാണ്. അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോഴാണ് ഞാൻ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. ഇതൊക്കെ കേട്ട് അനാമിക ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വേണു രേവതി അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നുണ്ട്, ദേവയാനി ചേച്ചിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ എൻ്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയൊന്ന് കാണാൻ വേണ്ടി. അത് ഞാനായിട്ട് തന്നെ കണ്ടെത്തി. അതുകൊണ്ട് തന്നെയാ അപ്പോൾ തന്നെ മോളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അതെന്തായാലും നന്നായി ചേച്ചി. അതുകൊണ്ട് 2 മക്കൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാലോ എന്നൊക്കെ വേണു പറയുന്നുണ്ട്. വേണുവിൻ്റെ സംസാരം ഇഷ്ടപ്പെടാതെ അനാമിക ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട്. അങ്ങനെ അനാമിക പറയുന്നുണ്ട്, അച്ഛാ ഒന്ന് പുറത്തേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ പുറത്തെത്തിയപ്പോൾ അനാമിക വേണുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ എന്തിനാ വല്യമ്മയുടെ അടുത്ത് ചെന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്? ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്? മോളെ, ഇപ്പോൾ ഇങ്ങനെ അവരോട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ, അല്ലാതെ ചാടി കയറി സംസാരിക്കാൻ പറ്റില്ല. അവരെ എങ്ങനെയെങ്കിലും പതിയെ തെറ്റിക്കണം, അല്ലാതെ മോൾക്ക് ഇപ്പോൾ ഒരു രക്ഷയുമില്ല. ലിവർ തന്ന പെൺകുട്ടിയെ കാണാതെ ഒരുപാട് സ്നേഹിച്ചതാണ് ദേവയാനി ചേച്ചി. അപ്പോൾ ആ കുട്ടിയെ നേരിൽ കണ്ടപ്പോൾ പറയുകയും വേണ്ടല്ലോ. ആ നയനയെ ദേവയാനി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവരെ എങ്ങനെയെങ്കിലും പിരിക്കണം. അതിനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പെട്ടെന്ന് തന്നെ അവരോട് ചാടി കയറുന്നത് ഒരു ശരിയായ മാർഗമല്ല. അതുകൊണ്ട് ഇനി മുതൽ മോള് നയനയെ ചേച്ചിയെ പോലെ സ്നേഹിക്കണം. അങ്ങനെ അവർക്ക് ആർക്കും ഒട്ടും സംശയം തോന്നാത്ത രീതിയിൽ ഈ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മോള് ചെയ്യണം. ഞങ്ങൾ എന്തായാലും 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. അതിനിടയിൽ തന്നെ ദേവയാനി ചേച്ചി അവളെ വെറുക്കണം. ഇനിയിപ്പോൾ കെട്ടിലമ്മ ഒരു ജോലിയും ചെയ്യാൻ വരുമെന്ന് തോന്നുന്നില്ല, അവിടെ ഇരിക്കുകയുള്ളൂ. രേവതി ദേവയാനി കാണാതെ അവളെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിക്കണം. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അച്ഛാ. വല്യമ്മ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് അവളുടെ പിറകെ തന്നെയുണ്ട്. പിന്നെ എങ്ങനെയാണ് അവളെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുക? കിട്ടുന്ന അവസരത്തിൽ അവളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കണം. അവളെ കൊണ്ട് ജോലി എടുപ്പിച്ച് കഴിഞ്ഞാൽ എന്തായാലും അവളുടെ ആരോഗ്യത്തെ ബാധിക്കും. ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ. അങ്ങനെ പതിയെ പതിയെ നമുക്ക് അവളെ അങ്ങ് ഇല്ലാതാക്കാം എന്നൊക്കെ വേണു പറയുന്നുണ്ട്. അച്ഛൻ പ്ലാൻ ചെയ്ത ഒരു കാര്യം ഇന്നേ വരെ നടന്നിട്ടില്ല. അച്ഛൻ ഇങ്ങനെ വെറുതെ പറയുകയല്ലാതെ. ആ നന്ദുവിനെ തകർക്കാൻ വേണ്ടി അച്ഛൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അച്ഛൻ ഇതുവരെ എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ പറ്റിയോ? ഇതങ്ങനെയല്ല മോളെ, എന്തായാലും നടക്കും. അങ്ങനെ അനാമികയെ സമാധാനിപ്പിക്കുകയാണ് വേണുവും രേവതിയും. പിന്നീട് കാണിക്കുന്നത് നവ്യയാണ്. നവ്യ അനാമികയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എന്താണ് പറയാനുള്ളത്? നീയല്ലേ പറഞ്ഞത് വല്യമ്മ നിന്നെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ, എൻ്റെ ചേച്ചിയുടെ സ്ഥാനം പടിക്ക് പുറത്താണെന്ന്. ഇപ്പോൾ വല്യമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സ്വന്തം മരുമകളെയാണ്. നീ ഒന്ന് റൂമിലോട്ട് പോയി നോക്ക്, അപ്പോൾ കാണാം. വല്യമ്മ ഞാനെ സ്വന്തം മരുമകളെ പോലെയാണ് സ്നേഹിക്കുന്നത്. മതിയുടെ നിന്റെ സംസാരം, എനിക്ക് നിന്റെ സംസാരമൊന്നും കേൾക്കേണ്ട. എനിക്ക് കുറച്ച് സമാധാനം വേണം. അതുകൊണ്ട് നീ ഒന്ന് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? എനിക്കറിയാം നീ ആകെ തകർന്നു പോയി എന്ന്. അതെനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനിയെങ്കിലും നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അനാമികയുടെ വാക്കുകൾ കേട്ട് നവ്യ ആകെ ദേഷ്യത്തോടാണ് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നയന പിറ്റേ ദിവസം രാവിലെ അടുക്കളയ്ക്ക് വരുന്നുണ്ട്. നയനയ്ക്കാണെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണ്ടേ. ആ സമയം വേണു രേവതി അനാമിക ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ഞാനേ നീ കിച്ചണിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ എന്ന് അനാമിക പറയുന്നുണ്ട്. അത് പിന്നെ ഒന്നും പറയണ്ട, നീ ഇപ്പോൾ തന്നെ പോയി ഉണ്ടാക്കണം. ദേ അനാമികയെ എന്നെ എടി പൊടി ഒന്ന് വിളിക്കാൻ നിൽക്കണ്ട. ചായ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരും. പക്ഷെ നിന്റെ ചേച്ചി എന്ന ബഹുമാനം നീ എന്നോട് കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നയന. പിന്നെ നീ തമ്പുരാട്ടിയല്ലേ, വല്യമ്മ നിന്നോട് കുറച്ച് സ്നേഹം കാണിച്ചു എന്ന് കരുതി ഞങ്ങൾക്ക് നിന്നെ തലയിൽ വെച്ചിരിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. എൻ്റെ സ്ഥാനം ഇപ്പോഴും താഴെ തന്നെയാണ്. അതുകൊണ്ട് നീ പോയി ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി താ. അങ്ങനെ അടുക്കളയിലേക്ക് പോവുകയാണ് നയന. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി നയന ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നയന റൂമിലോട്ട് പോകാൻ നോക്കുന്നുണ്ട്. ആ സമയം അനാമിക നയനയോട് പറയുന്നുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നത്?
ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണം. അതുകൊണ്ട് ഉടനെ തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരണം. അച്ഛൻ എന്താ കഴിക്കാൻ വേണ്ടത്? എനിക്ക് ഇടിയപ്പവും കുറുമയും വേണം മോളെ എന്ന് വേണുവും പറയുന്നുണ്ട്. അല്ല, നിനക്കൊക്കെ അടുക്കളയിൽ കയറിക്കൂടെ? ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്നാൽ മാത്രം മതിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചൂടെ? എന്തിനാണ് എന്നോട് ഇങ്ങനെ ആജ്ഞാപിക്കുന്നത്? ആനിയുടെ വാക്കുകൾ കേട്ട് രേവതിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അവളുടെ അഹങ്കാരം കണ്ടില്ല മോളെ, ആര് പറഞ്ഞാലും ഇനി അവൾ കേൾക്കില്ല. ആ രീതിയിലാണ് നേരത്തെ അവളെ തലയിൽ വെച്ചിരിക്കുന്നത് എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാത്രം എന്തിനാണ് ഇങ്ങനെ അടുക്കളയിൽ കയറുന്നത്? നമുക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കാം, എന്നാൽ പെട്ടെന്നാകുമല്ലോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കണ്ട, നീ പോയിട്ട് അടുക്കളയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞതൊക്കെ പോയി ഉണ്ടാക്ക്. അങ്ങനെ നയന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അനാമികയും രേവതിയും വേണു ഇതെല്ലാം കണ്ട് രസിച്ച് നിൽക്കുകയാണ്. ആ സമയം ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട്. അടുക്കളയിൽ നയന ജോലി ചെയ്യുന്നത് കണ്ട് ദേവയാനിക്ക് ആകെ ദേഷ്യം വരികയാണ്. കൂടാതെ അനാമികയും രേവതിയും വേണു ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിച്ച് ചായ കുടിക്കുന്നതാണ് ദേവയാനി കാണുന്നത്. അങ്ങനെ ദേവയാനി ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട് നയനയെ. അങ്ങനെ ദേവയാനി അനാമികയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, അനാമികയെ, നീയാണോ നയനയോട് അടുക്കളയിൽ കയറാൻ പറഞ്ഞത്? ഈ ചായ ഉണ്ടാക്കിയത് ആരാണ്? അത് പിന്നെ വല്യമ്മ നയനയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചായ ഉണ്ടാക്കി തന്നത് നയനയാണല്ലേ? നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ നിങ്ങൾ കയറി ഉണ്ടാക്കണം, അല്ലാതെ നയനയോടല്ല പറയേണ്ടത്. അവളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ജോലി ചെയ്യാൻ പറ്റുമെങ്കിലും അവളെ കൊണ്ട് എല്ലാ ജോലിയും കൂടി ഞാൻ ചെയ്യിപ്പിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ കയറണം. അല്ല രേവതി, നിന്റെ ഭർത്താവിന് എന്തെങ്കിലും വേണമെങ്കിൽ നിനക്ക് ഉണ്ടാക്കിക്കൂടെ? ഞാനെ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല, അതെല്ലാവരും മനസ്സിലാക്കണം. ഞാനെ ആരൊക്കെ നിന്നോട് എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും നീ ചെയ്യേണ്ട. അനാമികയെ, നയനയ്ക്ക് അടുക്കളയിൽ എല്ലാ ജോലിയും കൂടി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി മുതൽ അടുക്കളയിൽ അനാമിക കയറിയാൽ മതി. എന്താ വല്യമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം? ഇതിനു മുമ്പ് വല്യമ്മ ഇങ്ങനെയല്ലല്ലോ. നയന മോൾക്കൊരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നല്ല റെസ്റ്റ് വേണം. നയന മോൾ ഇനി മുതൽ അടുക്കളയിൽ കയറരുത്, അത് ഞാനിനി കാണുകയും ചെയ്യരുത്. അതുകൊണ്ട് ഇനി മുതൽ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം അനാമിക ഉണ്ടാക്കണം. ദേവയാനിയുടെ വാക്കുകൾ കേട്ട് ആകെ നെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അനാമിക.